ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്രിഡ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാർട്ട് 2 യൂറോപ്യൻ ട്രിപ്പിലെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 1 വീക്ക് യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു, ക്രൂയിസ് ട്രിപ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് P&O കമ്പനീൻ്റെ ക്രൂയിസ് ട്രിപ്പിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്രൂയിസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രൂയിസിലെ ഡക്കുകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡക്ക് 6 and 7 ആണ് വരുന്നത്. അപ്പോൾ ഡക്ക് 6ലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ആർട്ട് ഗാലറിയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു കോറിഡോറിലൂടെ, ശരിക്കും അതൊരു ലോങ് കോറിഡോറാണ് വരുന്നത്, നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് തന്നെ പറയാം ഡെക്കിലേക്കുള്ള. അപ്പോൾ ആ ഡെക്കിലൂടെ ചെറിയ എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു ആർട്ട് ഗാലറി, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പിക്ചേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ്. വളരെ ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ. ഒരുപാട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ ആകർഷണീയമായ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട്, മുമ്പ് എവിടെയും കണ്ടിട്ടില്ലാത്ത, മീൻസ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റുകളുടെ പിക്ചേഴ്സാണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പിക്ചേഴ്സ് വരച്ച ആൾക്കാരുടെ പേരും ഒപ്പം അതിൻ്റെ പ്രൈസും അവരവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോങ് കോറിഡോറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ആർട്ട് ഗാലറി ആയിട്ടാണ്. അപ്പോൾ നേരെ അവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് എന്തൊക്കെ പ്രോഗ്രാംസ് അവിടെ നമുക്ക് അവർ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡെക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. അവിടെ ഒരു ലൈം ലൈറ്റ് ക്ലബ്ബുണ്ട്. ക്ലബിലേക്ക് നമുക്ക് ആക്ച്വലി എൻട്രി ഇല്ല, ആ ക്ലബിലെ മെമ്പേഴ്സിന് മാത്രമാണ് എൻട്രി. അതൊരു ബാർ ആൻഡ് ക്ലബ്ബാണ്. ഡ്രിങ്ക്സും പിന്നെ ചീട്ട് കളിക്കാനും അങ്ങനെ പ്രൈവസിക്ക് വേണ്ടിയുള്ള ബിസിനസ് ആൾക്കാരൊക്കെ മെമ്പേഴ്സായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതായിരുന്നു. പിന്നെയും ആർട്ട് ഗാലറിയിലൂടെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സ് അവിടെ ഫ്രെയിം ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ചിലതിനൊന്നും നമുക്ക് മീനിങ് ഒന്നും അറിയത്തില്ല, എന്നാലും ചിലതിനൊക്കെ വളരെ വ്യക്തമായ മീനിങ്ങുകളുണ്ട് എന്ന് നമുക്കാണ് അറിയാൻ സാധിച്ചത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൽ നിന്ന്. അപ്പോൾ ഇത് 2 പിക്ചറും സെയിം ഒരാൾ വരച്ചതായിരുന്നു. അവിടെ നമ്മൾ ചെറിയ അക്ഷരത്തിൽ അവിടെ അവരുടെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെയാണ് നമുക്ക് തിയേറ്റർ വരുന്നത്. അവിടെ തിയേറ്ററിൽ ഷോസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അപ്പം ഇവിടെയും കുറേ പിക്ചേഴ്സ് അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒയാസിസ് സ്പാ വരുന്നുണ്ട്. ഒയാസിസ് സ്പാ ആൻഡ് ഹെൽത്ത് ക്ലബ്ബാണ് അത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇത് സ്പാ ആയിട്ട് മാത്രമല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും ലേഡീസ് ആൻഡ് ജെൻസിന് വേണ്ടിയുള്ള എല്ലാ സൗന്ദര്യപരമായ എല്ലാ ട്രീറ്റ്മെൻറ്റും നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ സർവീസസ് ഒക്കെ എടുത്തായിരുന്നു. ഞാൻ പെഡിക്യൂറാണ്, അവരുടെ ട്രഡീഷണൽ പെഡിക്യൂർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട എല്ലാ ഹെയർ ഡ്രസ്സിങ് ആയാലും, ഹെയർ ഡ്രോയിങ്, ബ്ലോ ഡ്രൈ, പിന്നെ മേക്കപ്സ്, ഹെയർ സ്റ്റൈലിംഗ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്നത് ഫുള്ള് ലൈബ്രറി ആയിരുന്നു, ലൈബ്രറി ആൻഡ് ബാർ ആയിരുന്നു. ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് ബുക്സ് വായിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം നമ്മൾ വാക്ക് ചെയ്ത് മിഡിൽ സൈഡിലേക്ക് വരിക, 6 ഡക്കിൻ്റെ സൈഡിലേക്ക്. ഇത് ഫുള്ളായ ലോങ് കോറിഡോറാണ്. അപ്പം ഈ ഷിപ്പിൽ മൊത്തത്തിലാണെങ്കിൽ 19 ഡെക്കാണ് വരുന്നത്. അതിൽ 6 ഡെക്ക് തൊട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ്, റെസ്റ്റോറൻറ്റ്, ബാർസ് അങ്ങനെയെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി താഴെയെല്ലാം വരുന്നത് ക്യാബിൻസ് ആണ് വരുന്നത്. 2, 3, 4, 5 എല്ലാം ക്യാബിൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇതായിരുന്നു ബാർ ആൻഡ് ലൈബ്രറീൻ്റെ ഉള്ളിലാണിത്. ജസ്റ്റ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് സൈലൻ്റ് ആയിട്ട് വായിച്ച് ബുക്സൊക്കെ റീഡ് ചെയ്ത് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഉള്ളിലേക്ക് കടന്നവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോയില്ല. ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊരു വീഡിയോ എടുത്തിട്ട് വന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത് ഓഷ്യൻ സ്റ്റുഡിയോസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 തിയേറ്ററുകളാണ് ഉള്ളത്, 4 സീൻസ് ആണ് വരുന്നത്. അതിൽ 4ലും സിനിമാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫിലിംസ്. അപ്പോൾ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ടൈമിലാണ് അവിടെ ഷോ ഉണ്ടത്. അവിടെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് വരുമ്പം ഭയങ്കര ഒരു ലൈറ്റിങ്ങും ഒരു റെഡ് കാർപ്പറ്റ് ഫീലിങ്ങും എല്ലാം ഒരു റെഡ് മയമായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ ആ സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ സ്ക്രീനിൽ ഓരോരോ ഷോസ് എത്ര മണിക്കാണ് അവിടെ ഉള്ളതെന്ന് അനുസരിച്ച് നമുക്കവിടെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഏത് മൂവിയാണോ വേണ്ടത്, ഏത് സ്ക്രീനിലാണെന്ന് ജസ്റ്റ് അവിടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാൻ പറ്റും. അതുപോലെ മൂവീസ് കിഡ്സിന് വേണ്ട മൂവീസ് ഉണ്ട്, അഡൽസിന് വേണ്ട മൂവീസ് ഉണ്ട്, മിക്സഡ് മൂവീസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ലുക്കാണ് ആ സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ. അപ്പോൾ സ്ക്രീൻ ടോട്ടലി 4 തിയേറ്റേഴ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതാണ് തിയേറ്ററിൻ്റെ ലുക്ക് വരുന്നത്. ഏകദേശം 25 to 30 മെമ്പേഴ്സിന് അവിടെ ഇരിക്കാൻ പറ്റും. സ്ക്രീന് ജസ്റ്റ് അവർ കേർട്ടൻ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. വേറെ ആരും ഇപ്പോൾ ഇല്ല. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഷോ ഇല്ലായിരുന്നു. ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് വന്നു. ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് മൂവി കാണാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് ഒരു കിഡ്സ് മൂവി അവിടെ ഇരുന്ന് കുഞ്ഞിനെയും കൊണ്ട് കണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തെ പിന്നെ ഇങ്ങോട്ടേക്ക് ഫുള്ള് റെസ്റ്റോറൻറ്റ് സൈഡുകളാണ് വരുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ 4 or 5 റെസ്റ്റോറൻറ്റുകളാണ് നമുക്ക് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. പിന്നെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് പേ ചെയ്ത് നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും വരുന്നതാണ്. അപ്പം നമ്മൾ മോസ്റ്റ്ലി നമുക്ക് പാക്കേജുകളിൽ ഉൾപ്പെടുന്ന റെസ്റ്റോറൻറ്റുകളിലാണ് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം ഇവിടെ കാണിക്കുന്നത് ഡക്ക് 6 എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ആക്വ റെസ്റ്റോറൻറ്റ്, ഓപ്പിൾ റെസ്റ്റോറൻറ്റ്, ബാർ ആൻഡ് ലൈബ്രറി, ഓഷ്യൻ സ്റ്റുഡിയോ, ഗാൻഡ്രേറ്ററിയം, ഹാർബർ ഷോപ്സ്, അങ്ങനെ എല്ലാ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കണം. അപ്പം സത്യത്തിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമുക്കൊന്നും വിടാതെ തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് അവർ തന്നിരിക്കുന്ന ഡയറക്ഷൻസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് അടുത്ത ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഈ ഡക്ക് 6 വരുന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് പാക്കേജിൽ ഇൻവോൾവ് ആയിരുന്നു. അതൊരു പേൾ റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺസ് വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അപ്പം നമ്മൾ അവിടുന്ന് ജസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രം ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ലിഫ്റ്റിൻ്റെയൊക്കെ സൈഡിലേക്കാണ്. അതൊരു മിഡിൽ സൈഡാണ്. പിന്നെ ഇത് വരുന്നത് ആക്വ റെസ്റ്റോറൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ 4 റെസ്റ്റോറൻറ്റ് 6th ഫ്ലോറിലുള്ളത് അക്വ പേൾ, അങ്ങനെയുള്ള 4 റെസ്റ്റോറൻറ്റിലും വരുന്നത് സെയിം മെനൂസ് ആണ് വരുന്നത്. കാരണം എല്ലാം പാക്കേജിൽ ഉൾക്കൊണ്ട് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കണമല്ലോ. ഏകദേശം ഈ ഒരു ഷിപ്പിൽ നിയർലി 4,800 മുകളിൽ അബവ് പാസഞ്ചേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ്, ഷെഫുമാർ, ക്യാപ്റ്റൻസ്, അങ്ങനെ എല്ലാവരും മോർ ദാൻ ഒരു 5,000 ആൾക്കാർ ടോട്ടലി ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്ന് നേരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് ഏട്രിയം ആണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ലൈറ്റിങ്സും, എക്സ്പെഷ്യലി അവിടെ ഒരു ബ്ലൂ തീമിലാണ് അവർ ലൈറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആയിരുന്നു അത്. ഇത് ജസ്റ്റ് ഒരു കോഫി ബാർസ്, ഡ്രിങ്ക്സ് കൗണ്ടേഴ്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഇത് ആക്ച്വലി വിസ്താസ് കോഫി ആൻഡ് കൂൾ ബാർ, അത് നമുക്ക് ആക്ച്വലി പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ കോസ്റ്റ കോഫീസും പിന്നെ ബിയറും ഡ്രിങ്ക്സും ഒക്കെ വേണ്ടവർക്ക് അവിടെ നിന്ന് നമുക്ക് പേ ചെയ്ത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. പിന്നെ അവിടെ ഇരുന്ന് ആൾക്കാരെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപാട് ആൾക്കാർ, എവിടെ നോക്കിയാലും ആൾക്കാരായിരുന്നു. നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാനുള്ള ഒരു പ്രൈവസി നമുക്ക് അവിടെ ഇല്ലായിരുന്നു. എങ്കിലും നമുക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന അത്രയും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രാൻഡ് ഏട്രിയത്തിൻ്റെ 6th ഡെക്കിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ചുറ്റും ആൾക്കാരാണ്. എക്സ്പെഷ്യലി ഡേ ടൈമിൽ അവിടെ ഭയങ്കര ബിസിയാണ്. അവിടെ ജസ്റ്റ് നമുക്കൊരു ഷോപ്പ് ഉണ്ട്, ഒരു മെഡിക്കൽ സ്റ്റോറാണ് അവർ വരുന്നത്. അക്യുപങ്ക്ചർ, ബാൻഡ്സ്, പിന്നെ ചിലർക്ക് ഈ മോഷൻ സിക്നസ്, നോസിയ, ഡയറിയ, അങ്ങനെയുള്ള മോഷൻ സിക്നസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ അതിന് വേണ്ടിയുള്ള മെഡിക്കേഷൻസ് അവിടെയുണ്ട്. പിന്നെ ആ ഒരു ഇത്രയും വ്യൂ ആണ് ഡെക്ക് 6ലേക്ക് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഡെക്ക് 7ലേക്ക് സ്റ്റാർട്ടിങ് വരുമ്പോൾ അവിടെ മെയിനായിട്ട് നമ്മുടെ ഉള്ളത് കസീനോ ആണ്. അത്യാവശ്യം വലിയൊരു കസീനോ ആയിരുന്നു അത്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറൊരു ട്രിപ്പ് പോയപ്പോൾ ഒരു കസീനോ കയറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു കസീനോ ആയിരുന്നു. കിഡ്സ് അവിടെ അലൗഡ് അല്ല, ഓൺലി അഡൽട്ട്സ് ഓൺലി ആണ്. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് വ്യൂ എടുത്തോട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് അവർ നമുക്ക് പെർമിഷൻ തന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മോർണിംഗ് ടൈമിലായിരുന്നു നമ്മൾ പോയത്. അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കസീനോ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ എഗെയിൻ ബാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാർസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് ആൾക്കാർ എല്ലാവരും കുറച്ച് ഡ്രിങ്ക്സ് ഒരുപാട് കഴിക്കുന്നവരാണ്, എക്സ്പെഷ്യലി ട്രിപ്പൊക്കെ പോകുമ്പം. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽസൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ റിലാക്സിങ് ആയിട്ട് ഇരുന്ന് ഓരോ സൈഡിൽ നമുക്ക് വിൻഡോ സൈഡിൽ പോയിരുന്ന് അല്ലെങ്കിൽ ഇത് പ്രോഗ്രാംസ് ഒക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെയെല്ലാം ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ രാവിലെ തന്നെ അവർ പ്രോഗ്രാംസൊക്കെ ഓരോരോ ഡെക്കിൽ ഓരോരോ സ്ഥലത്ത് നമുക്ക് അനൗൺസ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മിസ്സാവാതെ ബുക്ക് ചെയ്യേണ്ട ഷോസ് ഒക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാനും, നമുക്കല്ലാത്തത് ഓൾമോസ്റ്റ് നമുക്ക് ചിലത് മാത്രം ബുക്ക് ചെയ്താൽ മതിയായിരുന്നു, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഡെക്ക് 7 വരുന്നത് ഫുൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇത് സിറ്റിസൺ എന്ന വാച്ച് ബ്രാൻഡിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇവിടെ നമുക്ക് ലോക്കൽ ബ്രാൻഡ്സ് ഒന്നും അവൈലബിൾ അല്ല, ഫുൾ എല്ലാം ബ്രാൻഡ് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം എല്ലാം കോസ്റ്റ്ലിയാണ്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാനാണെങ്കിൽ അവിടെ എല്ലാം ടാക്സ് ഫ്രീ ആണ്, വാറ്റ് ഫ്രീ ആണ്. അപ്പോൾ പുറത്തെ ഷോപ്പുകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വിലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും, മീൻസ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡക്ക് എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്, ലേഡീസിനായാലും ജെൻസിനായാലും വാച്ചസ്, ബാഗ്സ്, ക്ലോത്ത്സ്, അങ്ങനെ പല പല ബ്രാൻഡിൻ്റെ പെർഫ്യൂംസ്, ആൽക്കഹോൾ സെക്ഷൻസ്, അങ്ങനെ എന്തൊക്കെ വേണമോ അത്യാവശ്യമായിട്ട് അതെല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ക്രൂയിസ് ഷിപ്പിൽ പോയത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾക്കും ബോറടിക്കത്തില്ല. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 8 days പോയതിൽ 5 days എടുത്തു നമ്മൾ ആ ഷിപ്പ് മുഴുവനൊന്ന് കണ്ടു തീർക്കാനായിട്ട് തന്നെ. അപ്പോൾ ഇതും അടുത്തൊരു വാച്ചിൻ്റെ സെക്ഷനാണ്. ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും തിരക്കും, ആൾക്കാർ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെയും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും തിരക്കും ബഹളമായിരുന്നു. അപ്പോൾ ഇതൊരു ജ്വല്ലറി സെക്ഷനായിരുന്നു, ജ്വല്ലറി പ്ലസ് ആൽക്കഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ 2 റിങ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഓൺ ബോർഡ് നമ്മൾ കയറുമ്പോൾ നമ്മുടെ പാക്കേജിൽ നമുക്ക് കുറച്ച് ഏകദേശം 70 pounds നമ്മുടെ ബോണസായിട്ട് നമുക്ക് അവർ ക്രെഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ 70 pounds നമുക്ക് ആ ഡക്കിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. നമുക്കത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഞാൻ 2 റിങ് ചൂസ് ചെയ്ത്, അവിടെ ഓഫർ ഉണ്ടായിരുന്നു 15 pounds 2 റിങ്സ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു, ഫിംഗർ റിങ്സ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഫുൾ ടോയ് സെക്ഷനാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറിയേ ഇല്ല, കാരണം പൊന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ കയറിയ ഒരു സുഖകരമായ ദിവസമാവത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നവർ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുന്നത് അടുത്ത ക്രൂയിസ്, അടുത്ത വെക്കേഷൻ ബുക്ക് ചെയ്യാനുള്ള ഒരു ലോങ് ക്യൂ ആണ് അവിടെ കാണുന്നത്. ഇവരുടെ തന്നെ പല രാജ്യത്തേക്ക് പോകുന്ന പല പല ക്രൂയിസും, പല വെക്കേഷൻസും, സമ്മർ വിൻ്റർ ക്രൂയിസും ഏകദേശം 2028 വരെയുള്ള ബുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ബോർഡ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചീപ്പ് റേറ്റും ആയിരുന്നു. അപ്പം അവിടെ അതിൻ്റെ തിരക്ക് അവിടെ ആ ക്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ സ്വിമ്മിങ് സ്വീറ്റ്സ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ് സെക്ഷനായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും പിന്നെ അപ്പുറത്ത് നമ്മുടെ ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സ്, ലേഡീസ് ഹാൻഡ് ബാഗ്സ് കിട്ടുന്ന കടയായിരുന്നു. ആക്ച്വലി ഓഫർ ഉണ്ട്, ടാക്സ് ഫ്രീ ആണ്, മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മേടിക്കാവുന്ന ഒരു ചാൻസ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ നോക്കി, പക്ഷേ എന്നെ സംബന്ധിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വരുന്നില്ല. LVൻ്റെ ബാഗും മൈക്കിൾ കോർസിൻ്റെ ബാഗും എല്ലാമായിരുന്നു. ആക്ച്വലി നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തോറും ഒരുപാട് പെർഫ്യൂം ഷോപ്പുകളുണ്ട്. ജസ്റ്റ് ഞങ്ങളാണെങ്കിൽ പോകുന്നതിൻ്റെ ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഓൾറെഡി 2 പെർഫ്യൂം വാങ്ങിച്ചായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് തോന്നിയത് അയ്യോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു, കുറച്ചും കൂടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. നമുക്ക് പുറത്ത് ഒന്നും കാണാൻ സാധിക്കാത്ത ഒരുപാട് പെർഫ്യൂമുകൾ ട്രൈ ചെയ്യാനും സാധിച്ചു. നല്ല അടിപൊളി പെർഫ്യൂമുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഓഫറിലും ഉണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന ഷോപ്പുകളെല്ലാം ആൽക്കഹോൾ സെക്ഷനാണ് വരുന്നത്. അപ്പം അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തെന്ന് വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓഫറൊക്കെ കാണാൻ സാധിച്ചത്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിയേറ്റർ. അപ്പം ഈ തിയേറ്ററിൻ്റെ പേര് ഹെഡ്ലൈൻ തിയേറ്റേഴ്സ് ആണ്. വലിയ ഷോസ് എല്ലാം നടന്നത് ഇവിടെ വെച്ചായിരുന്നു. ഏകദേശം ഒരു 100-150 ആൾക്കാർക്ക് മുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് ആണ്. അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റേജിങ് ഒക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഷോസ് എല്ലാം. അപ്പോൾ ഡെക്ക് 6 and 7 നിന്ന് ഈ തിയേറ്ററിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടലി നമുക്ക് ഡെക്ക് 6 and 7 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. ഒരു ലെങ്തി വീഡിയോ ആയിരുന്നേനെ ഞാനിത് വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ജസ്റ്റ് നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത്തിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ക്വിക്ക്
വ്യൂ ആയിട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഡെക്ക് 6 and 7 വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏകദേശം നിങ്ങൾക്ക് ആരെങ്കിലും ക്രൂസിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു ഐഡിയയും കൂടെ കിട്ടും എന്താണ് ഷിപ്പിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി വീഡിയോയുമായിട്ട് ഉടനെ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.